SBI സൗജന്യ ATM ഇടപാടുകൾ നിർത്തലാക്കുന്നു. ഓരോ ഇടപാടിനും 25 രൂപ സർവീസ് ചാർജ് ഏർപ്പെടുത്തും. അടുത്ത മാസം 1-ാം തീയതി മുതൽ ഇത് പ്രാബല്യത്തിലാകും. അഭിലാഷ് ഗോപിനാഥ് ബിസിനസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി. അഭിലാഷ്, അടുത്ത മാസം 1 മുതൽ SBIയുടെ പരിഷ്കാരം നടപ്പാക്കുകയാണ്. ഇതുവരെ 3 തവണ എടുത്തതിനു ശേഷം 4ാമത്തെ തവണ മാത്രമാണ് സർവീസ് ചാർജ് ഈടാക്കിയിരുന്നത്. ഇനി മുതൽ എപ്പോൾ ATMിൽ നിന്ന് പണം എടുക്കണമെങ്കിലും 25 രൂപ ഈടാക്കുന്ന രീതിയിലേക്ക് പരിഷ്കാരം വരികയാണോ? തീർച്ചയായും നിലവിൽ 3 തവണ SBIയിൽ നിന്ന് ATM ഇടപാടുകൾ നടത്തുമ്പോൾ 20 രൂപയാണ്. 3 തവണ സൗജന്യമാണ്. അതിനു മുകളിൽ എല്ലാ ഇടപാടുകൾക്കും 20 രൂപ സർവീസ് ചാർജ് നൽകണം. അതാണ് ഇപ്പോൾ കുത്തനെ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ജൂൺ 1 മുതൽ എപ്പോൾ പണം പിൻവലിക്കുമ്പോഴും 25 രൂപ നൽകേണ്ടി വരും. ജൂൺ 1 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. മറ്റൊന്ന്, സേവിങ്സ് ബാങ്കിൽ നിന്ന് അവരുടെ അക്കൗണ്ടിൽ നിന്ന് 4 തവണ പണം പിൻവലിക്കുന്നത് സൗജന്യമായിരിക്കും. അതിന് മുകളിൽ പണം പിൻവലിക്കുമ്പോഴെല്ലാം തന്നെ 50 രൂപ സർവീസ് ചാർജ് നൽകേണ്ട സാഹചര്യം കൂടി വരികയാണ്. അതായത് ബ്രാഞ്ചിൽ പോയി സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കുമ്പോൾ 50 രൂപ സർവീസ് ചാർജ് നൽകേണ്ടി വരും. ATMിൽ നിന്ന് പിൻവലിക്കുമ്പോൾ 10 രൂപയും മറ്റ് ബാങ്കുകളിലെ ATMിൽ നിന്ന് പണം പിൻവലിക്കുമ്പോൾ 20 രൂപയും നൽകേണ്ടി വരും. ഇത്തരത്തിൽ സേവിങ്സ് ബാങ്കിൽ നിന്ന് തങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കുമ്പോഴും പുതിയ സർവീസ് ചാർജ് ഏർപ്പെടുത്താൻ ജൂൺ 1 മുതൽ സർവീസ് ചാർജ് ഏർപ്പെടുത്താൻ SBI തീരുമാനിച്ചിരിക്കുകയാണ്. മറ്റൊന്ന്, ഈ പഴയ നോട്ടുകൾ മാറുമ്പോൾ അതിനും സർവീസ് ചാർജ് ഏർപ്പെടുത്താൻ പോകുന്നു. 20 പഴയ നോട്ടുകൾക്ക് ഒരു പീസിന് 2 രൂപ വെച്ച് നൽകേണ്ടി വരും. 5000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ഓരോ 1000 രൂപയ്ക്കും 5 രൂപ വെച്ചും സർവീസ് ചാർജ് ഏർപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, ഇത്തരത്തിൽ ഏർപ്പെടുത്തുന്നത് ഡിജിറ്റൽ പണമിടപാടുകൾ വർദ്ധിപ്പിക്കുന്നതിനാണെന്ന് കേന്ദ്ര സർക്കാരും SBIയും ആവർത്തിപ്പിക്കുമ്പോഴും പുതിയൊരു സർവീസ് ചാർജ് മൊബൈൽ ഫോൺ വഴി 1 ലക്ഷം രൂപ വരെ പണമിടപാടിന് സർവീസ് ചാർജ് ഏർപ്പെടുത്തിയിരിക്കുന്നു. അതായത് 1 ലക്ഷം രൂപ വരെ മൊബൈൽ ഫോൺ വഴി ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ 5 രൂപ കൂടി സർവീസ് ചാർജ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. മറ്റൊന്ന്, ATM പുതിയതായി വാങ്ങുമ്പോഴും ഇനി സർവീസ് ചാർജ് നൽകേണ്ടി വരും. നിലവിൽ അത് സൗജന്യമാണ്. റുപ്പേ കാർഡുകൾക്ക് മാത്രമാണ് സൗജന്യമല്ലാത്ത സേവനം ലഭിക്കുകയുള്ളൂ. മറ്റുള്ള ഏത് ATM പുതിയതായി വാങ്ങുമ്പോഴും സർവീസ് ചാർജ് നൽകേണ്ടി വരും. വാർത്തയോട് പ്രതികരിക്കാൻ സാമ്പത്തിക വിദഗ്ധൻ ശ്രീ KN ഹരിലാൽ ഉണ്ട്. ഒപ്പം തന്നെ CD ജോസപ്പൻ, ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ പ്രതിനിധി. ആദ്യം ശ്രീ ജോസനിലേക്ക്. ശ്രീ ജോസൻ, ഈ പരിഷ്കാരം ജനങ്ങളെ ദ്രോഹിക്കുന്ന പരിഷ്കാരമല്ലേ? ഇതിന് ബാങ്കുകൾക്ക് നൽകാവുന്ന വിശദീകരണം എന്താണ്? ഇതിപ്പോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അന്താരാഷ്ട്ര ബാങ്കിംഗ് ഭൂപടത്തിലേക്ക് ഉയർന്ന റാങ്ക് ലഭിച്ചു എന്ന് പറയുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഉള്ളതുപോലെയുള്ള രീതിയിലേക്ക് ഇത് കൊണ്ടുപോകുന്നു എന്നും അതിൽ അർത്ഥമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വിദേശത്തുള്ള പല ബാങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് അങ്ങോട്ട് പൈസ കൊടുക്കേണ്ട സിറ്റുവേഷൻ ഉണ്ട്. അതേ രീതിയിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. മാത്രവുമല്ല, ലയനത്തിന്റെ ഒരു ലക്ഷ്യം തന്നെ ചെറിയ ഇടപാടുകാരെ ഒഴിവാക്കണം എന്നുള്ളത് തന്നെയാണ്. മാത്രവുമല്ല, ഈ ലയനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറെ നാളുകളായി അസോസിയേറ്റ് ബാങ്കുകളിലും SBIയിലും ശരിയായ ഇടപാടുകളൊന്നും നടത്താതെ ലാഭം കുറഞ്ഞ സാഹചര്യമുണ്ട്, കിട്ടാക്കട കൂടിയ പ്രശ്നമുണ്ട്. അത്തരമുള്ള ചെലവുകളെല്ലാം ഈ ചെറിയ ഇടപാടുകാരിൽ നിന്ന് വരെ പിഴിഞ്ഞെടുക്കുന്നതിനുള്ള തീരുമാനമാണ്. അത് ദൗർഭാഗ്യകരമാണ്. ഇതിനെതിരെ വലിയ രോഷം ഉയർന്നിട്ടുള്ളതാണ്. ഞങ്ങൾ ജീവനക്കാർ, ഞങ്ങളുടെ AIPO ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും പ്രതിഷേധം നടത്തുകയും അതുപോലെ വിവിധ രാഷ്ട്രീയ ജനപ്രതിനിധികൾ, സംഘടനകൾ, യുവ പ്രസ്ഥാനങ്ങൾ എല്ലാവരും ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടും ഇപ്പോ നേരത്തെ ഏപ്രിൽ 1 ലയനം നടന്ന അന്നു മുതൽ തന്നെ വലിയ തോതിൽ ചാർജ് ഈടാക്കി അതേ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി അധികമായി എല്ലാ ഇടപാടിനും ചാർജ് എന്ന രീതിയിലേക്ക് ഈ ജൂൺ 1 മുതൽ പോകുന്നു എന്നുള്ളത് തികച്ചും ജനവിരുദ്ധമാണ്. ഒരു പൊതുമേഖലാ ബാങ്കും അങ്ങനെ ചെയ്യാൻ പാടില്ല. പുത്തൻ തലമുറ സ്വകാര്യ ബാങ്കുകളുടെ രീതിയിലേക്ക് അതേ രീതിയിൽ തന്നെയാണ് SBI അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി മുകളിലാണ് സർവീസ് ചാർജ് എന്ന് വരുത്തുന്നത്. ഈ നവസ്വകാര്യ ബാങ്കുകൾക്കും ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാക്കാനാണ്, ചെറിയ ഇടപാടുകാർ ഒഴിവാക്കാനാണ്. ലയനത്തിന്റെ നഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ ഇടപാടുകാരിൽ നിന്ന് പുറത്താക്കാനുള്ള എല്ലാ ദുരുദ്ദേശപരമായ കാര്യമാണ്. ഇപ്പൊ SBI റിലയൻസുമായി ചേർന്ന് സ്മോൾ ഫിനാൻസ് ബാങ്ക്, പേയ്മെന്റ് ബാങ്ക് ഒക്കെ ആരംഭിക്കാനുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ചെറിയ ഇടപാടുകാരൊക്കെ ഈ വലിയ ബാങ്കുകളിൽ നിന്ന് പുറത്തുപോയി പേയ്മെന്റ് ബാങ്ക് പോലെയുള്ള മറ്റു ബാങ്കിലേക്ക് മാറ്റണം എന്നുള്ളതാണ്. ഇപ്പൊ മൊബൈൽ ബാങ്കിങ്, USSD തുടങ്ങിയ പുതിയ ഡിജിറ്റൽ ഇടപാടുകൾക്കെല്ലാം ചാർജ് ഈടാക്കാൻ തീരുമാനിച്ചു. ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം, ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ് മിനിമം ബാലൻസ് നിർബന്ധിക്കാത്ത പാവപ്പെട്ടവരെ കൂടെ ധനകാര്യ ഉൾക്കൊള്ളൽ എന്ന ലക്ഷ്യമിട്ടുകൊണ്ട് ബാങ്കുകളിൽ